നീറ്റ് ജെയിൽ സ്ഥിരമായിട്ട് ആറ്റം ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ മാക്സിമം വേവ് ലെങ്ത്തും അതേപോലെ തന്നെ മിനിമം വേവ് ലെങ്ത്തും. ഇത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യന് കാണാറുണ്ട്. ഇതിന് പല ബുക്കിലും പല ഷോർട്ട് കട്ടുകൾ ചെയ്യാറുണ്ട്. ആ ഷോർട്ട് കട്ട്സ് എല്ലാം ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് ഫോർ എ ഹൈഡ്രജൻ ആറ്റം the ratio of the largest wavelength of the Lyman series to that of the Balmer series. അപ്പോൾ ലൈമാൻ സീരീസിന്റെയും ബാമർ സീരീസിന്റെയും മാക്സിമം വേവ് ലെങ്ത്തിന്റെ റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ലൈമാൻ സീരീസിന്റെ മാക്സിമം വേവ് ലെങ്ത് കാണാം, അതേപോലെ തന്നെ ബാമർ സീരീസിന്റെ മാക്സിമം വേവ് ലെങ്ത് കാണാം. അപ്പോൾ നമുക്ക് 5 സ്പെക്ട്രൽ ലൈൻസ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഓക്കെ, 1 2 3 4 5 റെസ്പെക്റ്റീവ്ലി അങ്ങനെയാണ് നമ്മൾ പറയാറ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ലൈമാൻ സീരീസിന്റെ മാക്സിമം വേവ് ലെങ്ത് നോക്കാം. സോ ലൈമാൻ സീരീസിന്റെ പ്രത്യേകത N1 വാല്യൂ 1 ആണ്, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. ലൈമാൻ സീരീസ് മീൻസ് എല്ലാം ജമ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? 1ലേക്കാണ്. N2 എന്ന് പറയുമ്പോൾ എവിടുന്നൊക്കെ ജമ്പ് ചെയ്യാം? 2 3 4 5 എക്സെട്ര അപ് ടു ഏത് വരെ പോകാം? ഇൻഫിനിറ്റി. അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ പോസിബിലിറ്റി ഉള്ളത്? 2ൽ നിന്ന് വേണമെങ്കിൽ 1ലേക്ക് ജമ്പ് ചെയ്യാം, 3ൽ നിന്ന് 1ലേക്ക്, 4ൽ നിന്ന് അങ്ങനെ ഇൻഫിനിറ്റിയിൽ നിന്ന് 1ലേക്ക്. അത്രയും പോസിബിലിറ്റി ഉണ്ട്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ആ കാര്യം മനസ്സിലായിക്കോളൂ. ഏതൊരു കേസിലും ഇമ്മീഡിയറ്റ് ആയിട്ട് തൊട്ട് മുകളിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോഴാണ് ഇയാൾക്ക് മാക്സിമം വേവ് ലെങ്ത് ഉണ്ടാവുക. അപ്പൊ ലൈമാൻ സീരീസിന്റെ കേസിൽ തൊട്ട് മുകളിൽ നിന്ന് പറയുമ്പോൾ 2ൽ നിന്ന് 1ലേക്ക്. അപ്പൊ 2ൽ നിന്ന് 1ലേക്ക് ജമ്പ് ചെയ്യുന്ന ഈ കേസിലായിരിക്കും ഇതിന് മാക്സിമം വേവ് ലെങ്ത് ഉണ്ടാവുക. അങ്ങനെ പോയി ഏറ്റവും എൻഡെന്ന് ജമ്പ് ചെയ്യുമ്പോഴായിരിക്കും അതിന് ഏറ്റവും മിനിമം വേവ് ലെങ്ത്. എല്ലാ കേസിലും ഇതെന്താണ്? ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് റിബർഗിന്റെ ഫോർമുല അറിയാം. എന്താണ് റിബർഗിന്റെ ഫോർമുല പറയുന്നത്? 1/λ is equal to R into Z square. Z ഞാൻ എഴുതുന്നില്ല, കാരണം ഹൈഡ്രജൻ ആയതുകൊണ്ട് അറ്റോമിക് നമ്പർ 1 ആണ്. സോ R into 1/N1 square അല്ലെ? R into 1/N1 square minus 1/N2 square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് Z എഴുതണം നിർബന്ധമില്ല, കാരണം ഹൈഡ്രജൻ ആയതുകൊണ്ട് Z ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. നമുക്ക് ഇതിൽ നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore 1/λ is equal to ആദ്യം N1 വാല്യൂ അല്ലേ? ലൈമാൻ സീരീസ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും N1 വാല്യൂ എത്രയാണ്? 1 ആണ്. ഇനി N2 ആണ് അല്ലെ? നമുക്ക് മാക്സിമം കിട്ടണമെങ്കിൽ എവിടുന്ന് ജമ്പ് ചെയ്യണം? 2ൽ നിന്ന് ജമ്പ് ചെയ്യണം. നേരെ വാല്യൂ കൊടുക്കാം. സോ R into 1/N1 വാല്യൂ എത്രയാണ്? N1 വാല്യൂ 1 മൈനസ് N2 2 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 4 വരും. Therefore 1/λ is equal to R into 3 divided by 4. ഇതല്ലേ ഇയാളുടെ മാക്സിമം വേവ് ലെങ്ത്. നമ്മൾ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ദ മാക്സിമം വേവ് ലെങ്ത് ഇൻ കേസ് ഓഫ് ദ ലൈമാൻ സീരീസ് വിൽ ബി ഈക്വൽ ടു 4 divided by 3R. ഇതേപോലെ നമുക്ക് ബാമർ സീരീസിന്റെയും മാക്സിമം വേവ് ലെങ്ത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. സോ ഫോർ ദി ബാമർ സീരീസ് ആണെങ്കിൽ N1 വാല്യൂ 2 ആണ്. അതിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല അല്ലേ? അപ്പൊ N1 വാല്യൂ നമുക്ക് എത്രയാണ്? 2 ആണ്. എല്ലാം എവിടുന്നാണ് ജമ്പ് ചെയ്യുന്നത്? 2ൽ നിന്നാണ് 2ലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. ഇനി N2 വാല്യൂ ഏതൊക്കെ വരാം? 3 4 5 6 എക്സെട്ര അപ് ടു ഏത് വരെ പോകാം? ഇൻഫിനിറ്റി വരെ പോകാം. അപ്പൊ 3ൽ നിന്ന് 2ലേക്ക് ജമ്പ് ചെയ്യാം. അങ്ങനെ ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. ഇതിൽ എപ്പോഴാണ് നമുക്ക് മാക്സിമം വേവ് ലെങ്ത് കിട്ടുന്നുണ്ടാവുക? തൊട്ട് മുകളിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ. ഈ കേസിൽ 3ൽ നിന്ന് 2ലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം വേവ് ലെങ്ത് കിട്ടുക. ഇങ്ങ് ദൂരേന്ന് ജമ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് മിനിമം വേവ് ലെങ്ത് കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/λ is equal to R into 1/. ഇവിടെ N1 വാല്യൂ എത്രയാണ്? 2 ആണ് അല്ലേ? N2 അല്ലേ? N2 കിട്ടണമെങ്കിൽ എവിടുന്നാണ്? മാക്സിമം കിട്ടണമെങ്കിൽ എവിടുന്നാണ്? തൊട്ട് മുകളിൽ നിന്ന് ജമ്പ് ചെയ്യണം. ഇനി മിനിമം ആണെങ്കിലോ ഇൻഫിനിറ്റി നിന്ന് ജമ്പ് ചെയ്യണം. എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ 1/N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ. സോ therefore 1/λ max is equal to R into നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 divided by 36 എന്നല്ലേ കിട്ടുക? നമുക്ക് റെസിപ്രോക്കൽ എടുക്കണ്ടേ? therefore λ max is equal to 36 divided by 5R. ഇതാണ് ബാമർ സീരീസിന്റെ മാക്സിമം വേവ് ലെങ്ത്. ഈ രണ്ട് പേരുടെയും മാക്സിമം വേവ് ലെങ്ത്തിന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. ആദ്യം നമുക്ക് എത്ര കിട്ടിയത്? 4 divided by 3R. രണ്ടാമത്തെ ബാമർ സീരീസിന്റെ മാക്സിമം വേവ് ലെങ്ത് എത്ര കിട്ടിയത്? 36 divided by 5R. രണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ക്യാൻസൽ ചെയ്ത് പോകും. 4 divided by 3 into അത് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ വരും. നമുക്ക് ഇവിടെ ഈ 4ഉം 36ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 divided by 27. അപ്പോൾ രണ്ടുപേരുടെയും മാക്സിമം വേവ് ലെങ്ത്തിന്റെ റേഷ്യോ എത്രയാണ്?
5:27, ദാറ്റ് ഈസ് എ സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ എൻട്രൻസ് എക്സാമിനും കാണുന്ന ഒരു കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഏതെങ്കിലും ഒരു സ്പെക്ട്രത്തിന്റെ മാക്സിമ മിനിമ ചോദിക്കുന്നത്. അപ്പോൾ മാക്സിമ ചോദിക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പെന്ന് ജമ്പ് ചെയ്യുമ്പോഴാണ് മാക്സിമ കിട്ടുക, ഇൻഫിനിറ്റിന്ന് ജമ്പ് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും മിനിമ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇതേ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.